ഹലോ ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നമ്മളിന്നൊരു പുതിയ സെഷനുമായിട്ട് വന്നിരിക്കുകയാണ്. ഇനി നമുക്കാകെ 10 ദിവസം മാത്രമേ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷയ്ക്കായിട്ടുള്ളൂ. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് അവസാനഘട്ട ഒരു റിവിഷൻ അല്ലെങ്കിൽ അവസാന ഘട്ടത്തിന് എന്തു പഠിക്കും എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഈ 10 ദിവസം എങ്ങനെ നമ്മുടെ പഠനം എഫക്റ്റീവ് ആക്കാം, ഈ 10 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ആ ഒരു ഷോർട്ട് ലിസ്റ്റിലേക്കും തുടർന്നുള്ള റാങ്ക് ലിസ്റ്റിലേക്കും കടന്നു വരാം എന്നുള്ള എൻ്റെതായ കുറച്ച് ടിപ്പാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ സബ് ഇൻസ്പെക്ടർ പരീക്ഷയെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യ അവസാനം വരെ കാണുക. അപ്പൊ നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് പോവാം. ആദ്യമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് PSC ഒരു സിലബസ് തന്നിട്ടുണ്ട് അല്ലേ? 100 മാർക്കിന്റെ നല്ല വടിവൊത്ത ഡീപ്ലി എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള സിലബസ്. അതിൽ 45 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്, 10 10 10 ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അവിടെ തന്നെ നമുക്ക് 75 മാർക്കുണ്ട്. ഇവിടെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, 45 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്, അപ്പൊ ജനറൽ PSC ഫോക്കസ് ചെയ്യുന്ന ഞാൻ എങ്ങനെ SIക്ക് പഠിക്കുമെന്ന്. നിങ്ങൾ ആ BNS, BNSS, BS ഒന്ന് മാറ്റി നിർത്തിക്കേ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ സാധാ PSCക്ക് പഠിക്കുന്നതല്ലേ? RTI നിങ്ങൾ സാധാ PSCക്ക് പഠിക്കുന്നതല്ലേ? IT ആക്ട് നിങ്ങൾ LDക്കും ബാക്കിയുള്ള പരീക്ഷയ്ക്കെല്ലാം പഠിച്ചതല്ലേ? ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇവയും നിങ്ങൾ പഠിച്ചതല്ലേ? നിങ്ങൾ ഈ 15 മാർക്ക് അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ള മാർക്കുകൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഇനി സൈക്കോളജി, അവസാന നിമിഷം സൈക്കോളജി ഒന്നും തൊടാത്ത ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ PSC നടത്തിയ, അതായത് 2 SI പരീക്ഷകളിലായിട്ട് 20ഓളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ആ 20ഓളം ചോദ്യങ്ങൾ എടുത്തു വെച്ച് വിശകലനം ചെയ്ത് പഠിച്ചിട്ട് പോവാം. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് താനേ ഉണ്ടാവും. ഇനി നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങളിലേക്ക്, BNS, BNSS, BS ഈ 3 വിഷയങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇവിടെ വാരി വലിച്ചൊരു പഠനത്തിന് പോകേണ്ട ആവശ്യമില്ല. ഓൾറെഡി PSC നടത്തിയിട്ടുള്ള CPOയ്ക്കും CPO ഡ്രൈവറിനെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും. പിന്നെ WCPOയുടെ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എങ്ങനെയാണോ BNS, BNSS, BSA ചോദിച്ചിരിക്കുന്നത് ആ ഒരു പാറ്റേൺ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയെടുക്കുക. നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അറസ്റ്റിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവും. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാവാൻ പോകുന്ന നിങ്ങൾ എന്തായാലും ഒരാളെ എങ്ങനെ അറസ്റ്റ് ചെയ്യണം എന്ന് പഠിച്ചിരിക്കണം. എപ്പോൾ വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാം, എപ്പോഴാണ് വാറണ്ടോടുകൂടി അറസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് എങ്ങനെയാണ് സെർച്ചിന് പോകേണ്ടത്, അല്ലെങ്കിൽ മെഡിക്കൽ പരിശോധന എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒരാളിൽ നിന്ന് കണ്ടുകെട്ടുന്ന വസ്തു എവിടെയാണ് സൂക്ഷിക്കേണ്ടത്, എന്താണ് GD, എന്താണ് 194, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ സിലബസിനെ ഒന്ന് നോക്കി കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തവും പിന്നെ സ്പഷ്ടവുമായ രീതിയിൽ മനസ്സിലാവും എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനെ ക്രോഡീകരിക്കേണ്ടെന്നുള്ളത്. അത് മാത്രവുമല്ല, നിങ്ങൾ ഇപ്പൊ GKയുടെ ഭാഗം, നമുക്കൊരു 20 മാർക്കിന്റെ GKയുടെ ഭാഗമുണ്ട്. ആ ഭാഗം അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലേക്ക് അവസാനം വരാം. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്ത് നമ്മൾക്ക് ഓരോന്നോരോന്നായിട്ട് ഇപ്പൊ BNS നോക്കുമ്പോൾ ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൺ എന്ന പാഠഭാഗത്ത് നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഡൗറി ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതുമല്ല എന്നുണ്ടെങ്കിൽ ഫ്രോഡുലന്റ് മാരേജ്, ബൈഗമിയെ പറ്റി പറയുന്നുണ്ട്, വ്യക്തമായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ റേപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഏതൊക്കെയാണ് റേപ്പ്, പിന്നെ സ്ലേവറിയെ പറ്റി പറയുന്നുണ്ട് അല്ലെ? നമ്മൾ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സ്ലേവ്സ് എന്ന് പറയുന്ന വകുപ്പുണ്ട്, അതിനെപ്പറ്റി നന്നായിട്ടൊന്ന് പഠിക്കുക. അങ്ങനെ ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമൺ, പിന്നെ വോയറിസം ഉണ്ട്, സ്റ്റോക്കിംഗ് ഉണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം. ഡിസ്റോബിങ് വുമൺ ഉണ്ട്, പിന്നെ ആക്ടിങ് അഗെയിൻസ്റ്റ് ദ മൊഡസ്റ്റി ഓഫ് എ വുമൺ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചിട്ട് പോകും. ഇവിടെ നിന്നൊരു മാർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. ഇത് ഒഫൻസസ് അഗെയിൻസ്റ്റ് വുമന്റെ കാര്യമാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഒഫൻസസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. സ്നാച്ചിങ്, റോബറി, തെഫ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ, ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പറ്റും. ഇതൊന്ന് നോക്കി വെച്ചിട്ട് പോവാ. അവിടെ കൂടെ നിങ്ങൾ ട്രസ്പാസിങ് എന്താണെന്ന് കൂടെ നോക്കി വെച്ചിട്ട് പോവാ. കാരണം ട്രസ്പാസിങ് കുറച്ച് ഡീറ്റെയിൽ ചെയ്ത് തന്നെ സെക്ഷൻ 330 കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊന്ന് നോക്കി വെച്ചിട്ട് പോവാം നമുക്ക്. പിന്നെ ജനറൽ എക്സെപ്ഷന്റെ ഭാഗത്ത് വരുമ്പോഴത്തേക്കും ഡോളി ഇൻ കപ്പാക്സ് എന്താണ്, അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവാം. ഡോളി ഇൻ കപ്പാക്സ് എന്ന് വെച്ചാൽ 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഒരിക്കലും മറ്റൊരു കുറ്റകൃത്യം ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് വിവരിക്കുന്ന ഒരു ലാറ്റിൻ പദമാണ് ഡോളി ഇൻ കപ്പാക്സ്, വിച്ച് മീൻസ് ഡോളി ഇൻകേപ്പബിൾ ഓഫ് ഡൂയിങ് എ ക്രൈം. ആ ഡോളി എന്ന് പറഞ്ഞാൽ കുട്ടി എന്നാണ് അർത്ഥം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവാം. എന്താണ് സുവോ മോട്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ RTയുടെ ഭാഗത്ത് നിങ്ങളൊന്ന് വായിച്ചു വെച്ചിട്ട് പോവാം. പിന്നെ അത് BNSന്റെ കാര്യം, നിങ്ങൾ ഇത്രയും കാര്യങ്ങളെങ്കിലും വ്യക്തമായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. BNSSലേക്ക് വരുമ്പോൾ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എങ്ങനെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ടത്, കാര്യങ്ങൾ പഠിക്കുക. പിന്നെ പവർ ഓഫ് സുപ്പീരിയർ ഓഫീസേഴ്സ്, അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 34ാം വകുപ്പ്, നമ്മുടെ BNSS 34ാം വകുപ്പിനെ പറ്റി CPO പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വ്യക്തമായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പഠിച്ചിട്ട് പോവുക. പിന്നെ അത് മാത്രവുമല്ല, പിന്നെ നിങ്ങൾ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗത്ത് വരുമ്പോൾ 0 FIR മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകണം. 0 FIR നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. 0 FIRന് സീരിയൽ നമ്പർ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് പഠിച്ചിട്ട് ഒരു കേസ് എങ്ങനെ എഴുതണം, GD ബുക്ക് എങ്ങനെ കീപ്പ് ചെയ്യണം. അതായത് നിങ്ങൾ ഈ പരീക്ഷയെ വളരെ കാര്യമായിട്ട് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സിലബസിനെ നോക്കിക്കാണുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കണം.
അയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നിന്ന് പഠിക്കേണ്ടത്. അപ്പം ഒഫൻസസ് അഗൈൻസ്റ്റ് ട്രാങ്ക്വിലിറ്റി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് അല്ലേ. 189 അൺലോഫുൾ അസംബ്ലിയെ പറ്റി, 194 അഫ്രയെ പറ്റി പറയുന്നുണ്ട്, 190 റയറ്റിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ആയുധധാരിയായിട്ട് ചെന്ന് നിന്ന് റയറ്റിൽ ഏർപ്പെട്ടാൽ എന്താണ് ശിക്ഷ കിട്ടാൻ ചാൻസ് ഉള്ളത്, ഇതൊക്കെ BNS-ൽ പറയുന്നതാണ്. ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഒരു നമ്മുടെ ഐക്യവും അഖണ്ഡതയ്ക്കുമെതിരെ പെരുമാറുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഒരു റയറ്റിനെ നേരിടേണ്ടത്, അവിടെ ബലപ്രയോഗം നടത്താമോ, ദേഹോപദ്രവം ഏൽപ്പിക്കാമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നോക്കാം. അറസ്റ്റ് ബൈ മജിസ്ട്രേറ്റ് എങ്ങനെയാണ്, അറസ്റ്റ് ബൈ പ്രൈവറ്റ് പേഴ്സൺ എത്ര സമയത്തിനുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പിൽ പ്രതിയെ ഹാജരാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. കോടതിയുടെ പ്രൊസീഡിങ്സ് പഠിക്കുക. കോടതിയുടെ പ്രൊസീഡിങ്സിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ BSAയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടി വരും. BSA ഒരു സെക്ഷൻ പോലും വിടാതെ നിങ്ങൾ പഠിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ സെക്ഷൻ, അതുപോലെ കൺഫെഷൻ എന്ന് പറയുന്ന സെക്ഷൻ, റെലവൻസി ഓഫ് ഫാക്ട് എന്ന് പറയുന്ന സെക്ഷൻ, ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ് എന്ന് പറയുന്ന സെക്ഷൻ, ഈ 3 നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്കറിയാം 22 മുതൽ 24 വരെ കൺഫെഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. 26 മുതൽ 32 വരെ നിങ്ങൾക്ക് റെലവൻസി ഓഫ് ഫാക്ട് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. 39 തൊട്ട് 45 വരെ ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ് എന്ന് പറയുന്ന വിഷയവും അതിനകത്ത് കൈകാര്യം ചെയ്യുന്നു പോകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിക്കുക. ഒരു വിദഗ്ധൻ ഒരു കേസുമായി സംബന്ധിച്ച് എപ്പോഴാണ് കോടതിക്ക് ഒരു അഭിപ്രായം ഉണ്ടാകേണ്ടി വരുമ്പോൾ ഒരു വിദഗ്ധന്റെ അഭിപ്രായം തേടുക, അല്ലെങ്കിൽ വിദഗ്ധൻ എന്ന് പറയുന്നതിനകത്ത് കമ്പ്യൂട്ടർ എക്സ്പേർട്ട് വരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. ഒരു ഹാൻഡ് റൈറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് കോടതിക്ക് ഒരു അഭിപ്രായം ഉണ്ടാക്കേണ്ടി വരുമ്പോൾ അവിടെ എപ്പോൾ കോടതി ഒരു വിദഗ്ധനെ സമീപിക്കേണ്ടി വരും, ഇതൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. നാളെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ഈ കേസുകളൊക്കെ എഴുതാൻ പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പൊ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഇത്രയുമാണ് BNS നമ്മൾ പറഞ്ഞു, BNSS പറഞ്ഞു, BSA. ഇവിടെ ഈ ഒരു 3 നിയമങ്ങളെ പറ്റി ഞാൻ സംസാരിക്കുമ്പോഴും ഇത് മുഴുവൻ പഠിച്ചിട്ട് പോകാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ആ സിലബസിനെ നോക്കിക്കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണ്ട എന്നുള്ള കാര്യങ്ങൾ. അതിൽ നിന്ന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ നിങ്ങൾ ഇത്രയുമെങ്കിലും നോക്കിയിട്ട് വേണം. നിങ്ങൾ ഏകദേശം പഠനം ഒക്കെ പൂർത്തിയാക്കി സിലബസ് ഒക്കെ ഏകദേശം തീർത്തെടുത്ത് കരക്കോട്ട് വെച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവസാനഘട്ട റിവിഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരവും കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് RTIയുടെ ഭാഗം വരാം. വളരെ ഈസി ആയി നിങ്ങൾക്ക് 3 മാർക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് RTI. 2F, 8, 9, 11 ഈ 4 സെക്ഷൻ പഠിച്ചാൽ മതി. പിന്നെ ആ ഒരു കമ്മീഷൻ എങ്ങനെയാണ്, എന്താണ് കമ്മീഷന്റെ രീതി, 19 ആ കമ്മീഷൻ ഉണ്ടായത്, കമ്മീഷന്റെ പുതിയ നിയമനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പഠിച്ചിട്ട് പോവുക. 2019 ഭേദഗതി പഠിച്ചിട്ട് പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളോട് നിങ്ങൾ എക്സ്ട്രാ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും നിങ്ങൾ RTI പഠിക്കുന്ന സമയത്ത്. IT ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ 43A മുതൽ ഏകദേശം 78 വരെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ സെക്ഷൻസ് പറയുന്നില്ല, കുറച്ചധികം സെക്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ സെക്ഷൻസ് എല്ലാം അതിന്റെ ശിക്ഷ ഉൾപ്പെടെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 3 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണ്. ഒരു കേരള PSC ആസ്പിരന്റ് ആയ നിങ്ങൾക്ക് ഭരണഘടന എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം ഇത്രയും പരീക്ഷകൾ എഴുതിയ എക്സ്പീരിയൻസ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്തൊരു ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിങ്ങൾ പഠിച്ചുകൊണ്ട് വരുന്നത് ആ രീതി തന്നെ ഫോളോ ചെയ്യുക. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 1 മാർക്ക് പോലും വെളിയിൽ പോകാതിരിക്കുക. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ 7 മാർക്കിന്റെ ടോപ്പിക്കാണ് നമുക്ക് SIക്ക് വരുമ്പോഴത്തേക്കും. അതിൽ നിന്ന് 1 മാർക്ക് പോലും വെളിയിൽ പോകാത്ത രീതിയിൽ നിങ്ങൾ പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു വെച്ച് ഡിഗ്രി ലെവലിൽ എങ്ങനെയാണ് ആ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് 52ാം ഭേദഗതിയാണ്, ആന്റി ഡിഫെക്ഷൻ ലോയുമായിട്ട് ബന്ധപ്പെട്ട. അത് എത്രാമത്തെ സ്കെഡ്യൂളിൽ വരുന്നു, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, അതിൽ അയോഗ്യതയായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക. പിന്നെ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം SC/ST കമ്മീഷന്റെ ചെയർമാന് ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള റെയർ ഫാക്ട് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സംഭവത്തിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ അതും കൂടെ കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായ രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തുള്ള മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പിന്നെ സൈക്കോളജിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ 2 പരീക്ഷയുള്ള 20 ചോദ്യങ്ങളുടെ സൈക്കോളജി PSC ചോദിച്ചിട്ടുണ്ട്. ഈ 20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഈ 20 ചോദ്യങ്ങളും കഴിയുമെങ്കിൽ വിശകലനം ചെയ്ത് പഠിച്ചിട്ട് പോവുക എന്ന് മാത്രമേ പറയാനുള്ളൂ. വളരെ ഡ്രൈ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് സൈക്കോളജി എന്ന് പറയുമ്പോൾ. അപ്പൊ സൈക്കോളജിയുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റവും അവസാനം പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്ഷീണവും ഇല്ലാത്ത രീതിയിൽ ഒരു 30 മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയാൽ അതൊരു വലിയ കാര്യമായിരിക്കും. പിന്നെ വരുന്നുണ്ട് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം 10, 10, 10 ഒരു 30 മാർക്കിന്റെ മേഖല.
ഈ മേഖലയിൽ നിന്ന് നിങ്ങൾ കേരള PSC കൃത്യമായിട്ട് എഴുതുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടാവും, മലയാളം പഠിക്കുന്നുണ്ടാവും, നിങ്ങൾ ഡെയിലി 1 മണിക്കൂറെങ്കിലും മാത്സിന് മാറ്റി വയ്ക്കുന്ന ആൾക്കാരായിരിക്കും. അതിനെ ഒന്ന് ഷാർപ്പൺ ചെയ്യുക. ഈ 10 ദിവസം 1 മണിക്കൂർ എന്നുള്ള ഒരു 1.5-2 മണിക്കൂർ ഈ വിഷയങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ചുളുവായിട്ട് നിങ്ങൾക്ക് 10 മാർക്ക് വീതം നേടാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ക്വസ്റ്റ്യൻ കടുപ്പിച്ചേക്കാം, എങ്കിൽ പോലും നിങ്ങൾക്ക് ആ റൂള് വെച്ച്, നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് പലതും കിട്ടും. അതായത് PSC പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പരീക്ഷ എഴുതുന്നു, പക്ഷെ പല ക്വസ്റ്റ്യൻ നമുക്ക് അറിയില്ലായിരിക്കും. പക്ഷെ വ്യക്തമായിട്ട് വിശകലനം ചെയ്ത് പഠിച്ചിട്ട് പോകുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട്, നിങ്ങൾക്ക് അറിഞ്ഞൂടായെങ്കിൽ പോലും നിങ്ങൾക്ക് വായിച്ചതിന്റെ പരിചയത്തിൽ ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അക്കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. ഇനി കറണ്ട് അഫെയറിന്റെ കാര്യം ഒരുപാട് പേര് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഞാൻ തന്നെ പറയാം. ഓൾറെഡി ഇപ്പൊ സൂപ്പർ നോട്ട്സിന് കറണ്ട് അഫെയറിന്റെ ഒരു ഡെയിലി കറണ്ട് അഫെയർ ഷോ ഉണ്ട്. ഇനി അത് പോരാന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പിക് വൈസ് കറണ്ട് അഫെയർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനി ചോദിക്കാം, ഏത് മുതലുള്ള കറണ്ട് അഫെയർ നോക്കണം? സേഫസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നു, ഒരു 6 മാസം മുന്നേ ഉള്ള കറണ്ട് അഫെയർ എങ്കിലും നിങ്ങൾ അറിഞ്ഞിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. നിങ്ങൾ കറണ്ട് അഫെയർ നോക്കണമെന്ന് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കാരണം 5 മാർക്കിനെ നമുക്കത് പഠിക്കാനായിട്ടുള്ളൂ. പക്ഷേ LD അതുപോലുള്ള പരീക്ഷകൾക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. 20 മാർക്കിനുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് 5 മാർക്കിനേ ഉള്ളൂ. എങ്കിലും കറണ്ട് അഫെയർ നിങ്ങൾ വായിച്ചിട്ട് പോവുക. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് അയ്യോ ഇതിന്റെ ഉത്തരം എനിക്ക് അറിയാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് ദുഃഖിച്ച് വെറുതെ ബാക്കിയുള്ളവരും കൂടെ തെറ്റിക്കാനായിട്ട് നിൽക്കണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോപ്പിക് വൈസ് കറണ്ട് അഫെയറിന്റെ ക്ലാസ്സുകൾ സൂപ്പർ നോട്ട്സിന്റെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതെടുത്ത് നോക്കാവുന്നതാണ്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വായിച്ച് പഠിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, 2025 ജനുവരി മുതൽ മെയ് വരെയുള്ള കറണ്ട് അഫെയർ, മാക്സിമം പോയാൽ ജൂൺ വരെയുള്ള കറണ്ട് അഫെയർ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പൊ കറണ്ട് അഫെയർ ആയി, സ്പെഷ്യൽ ടോപ്പിക്കായി, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ഇത്രയും മേഖലകളെ പറ്റി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് GK ഭാഗത്തേക്ക് വരാം. 3 3 3 3 × 3 9, അത് നിങ്ങൾക്ക് പറയാം. 3 മാർക്കിന്റെ ഹിസ്റ്ററി, 3 മാർക്കിന്റെ ജോഗ്രഫി, 3 മാർക്കിന്റെ എക്കണോമിക്സ്. ഈ 3 ഭാഗങ്ങളും നിങ്ങൾ ആ ഒരു പാണ്ടൻ സിലബസ് എടുത്ത് വെച്ച് പഠിച്ചു തീർക്കാനായിട്ട് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയില്ല. കാരണം ഹിസ്റ്ററിയുടെ ഭാഗം നോക്കുമ്പോൾ അവിടെ കേരള ഹിസ്റ്ററി ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. ജോഗ്രഫിയുടെ ഭാഗം എടുക്കുമ്പോഴും സെയിം തിങ് റിപ്പീറ്റ്. എക്കണോമിക്സിന്റെ ഭാഗം എടുക്കുമ്പോൾ മാത്രമാണ് ഒരു ആശ്വാസം, കുറച്ച് പഠിച്ചാൽ മതി. കുറച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് ആ 3 മാർക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ എക്കണോമിക്സിന്റെ ഭാഗത്ത് ഏതൊക്കെ പഠിക്കണം? എന്റെ ഒരു ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 SI പരീക്ഷകൾ നമുക്ക് എടുത്തു നോക്കുമ്പോൾ അറിയാം, GSTയുടെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. GSTയുടെ കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. GSTയുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫെയർ നിങ്ങൾ പഠിക്കണം. അതിന്റെ സ്ലാബുകൾ, കാര്യങ്ങൾ, അതിൽ നിങ്ങൾക്ക് അറിയാം റോ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതിനകത്ത് വരുന്ന കാര്യമല്ല. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോകണം. പിന്നെ അതുപോലെ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ഇൻഡെക്സ് കാര്യങ്ങൾ, അതൊക്കെ വ്യക്തമായിട്ടൊന്ന് പഠിക്കണം. നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട് 1 മാർക്ക് പോലും വെളിയിൽ പോകരുത്. നീതി ആയോഗ് വളരെ വ്യക്തമായിട്ട് പഠിക്കുക. പിന്നെ ഡയറക്റ്റ് ടാക്സസ്, പിന്നെ ഇൻഡയറക്റ്റ് ടാക്സസ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. അത് കഴിഞ്ഞ പരീക്ഷയ്ക്കുള്ള ചോദ്യം വന്നതാണ്. അതൊന്ന് വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോവുക. ജസ്റ്റ് ഒന്ന് സ്നിപ്പ് നോട്ട്സ് ആയിട്ടെങ്കിലും പഠിച്ചിട്ട് പോകണം നിങ്ങൾ കൃത്യമായിട്ട്. പിന്നെ നിങ്ങൾ ആ ന്യൂ എക്കണോമിക് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വെറുതെ ഒന്ന് ഓടിച്ച് വായിച്ചിട്ട് പോവാം. 5 ഇയർ പ്ലാൻസ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ചിലപ്പോൾ ഡെപ്തിൽ നിന്ന് അത് വരുന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷയാണ്, അപ്പോൾ ഒരു ഡെപ്തിൽ നിന്ന് തന്നെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതൊന്ന് പഠിച്ചിട്ട് പോവാം. ഇത്രയുമെങ്കിലും എക്കണോമിക്സിന്റെ ഭാഗത്ത് നിങ്ങൾ പഠിച്ചിട്ട് പോയേ പറ്റൂ. കറണ്ട് അഫെയറിന്റെ ഭാഗം പറയുമ്പോൾ നമ്മുടെ ഇൻഡെക്സസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ചില ഇൻഡെക്സുകൾ ഏത് രാജ്യമാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താണ്, ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്കണോമിക്സിന്റെ ഭാഗത്ത് നിങ്ങളൊന്ന് സെറ്റ് ചെയ്തിട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ജോഗ്രഫിയുടെ ഭാഗം പറയുകയാണെങ്കിൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരെ ചോദ്യം ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ജില്ലകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മുടെ കേരള ജോഗ്രഫിയുടെ തൊട്ട് താഴെ സൈഡിലായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ജില്ലകളിൽ നിന്ന് വരെ ചോദ്യം വന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഭാഗം മാത്രം, എന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നു, ടോപ്പിക് എടുത്ത് വെച്ച് പഠിച്ചാൽ അത് തീരുന്ന കാര്യമല്ല. പക്ഷേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അത് തീർക്കാനായിട്ട് പറ്റും. ആ ക്വസ്റ്റ്യൻ എടുക്കുക, ആൻസർ എടുക്കുക, അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കി പഠിക്കുക. അത് ഒരുപാട് ഡെപ്തിലേക്ക് പോകണ്ട. കാരണം ചിലപ്പോൾ നിങ്ങൾ ജോഗ്രഫി 3 3 3 അല്ലേ ഉള്ളൂ, എന്നാ പിന്നെ ഇത് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ പറയാൻ പറ്റില്ല. നിങ്ങൾ ചിലപ്പോൾ ഈ ലീവ് ചെയ്ത് കളയുന്ന കാര്യങ്ങളുടെ മാർക്കായിരിക്കും നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ നാളെ നിങ്ങൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഘടകം. അത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ പറയണം. എങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്കറിയാം, 2021 മുതൽ ബിരുദതല പരീക്ഷകൾ PSC നടത്തുന്നുണ്ട് പുതിയ പാറ്റേണിൽ, അതായത് മാറി വന്ന പ്രിലിംസ് മെയിൻസ് രീതിയിൽ. അപ്പൊ 2021 മുതൽ 25 വരെ, ഇപ്പൊ ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജ് വരെ നമുക്ക് ജൂൺ മാസം 28-ാം തീയതി കഴിഞ്ഞിട്ടുള്ള കാര്യവും നിങ്ങൾക്കറിയാം. നിങ്ങൾ ആ പരീക്ഷ എഴുതിയതാണ്. അതുവരെയുള്ള പരീക്ഷകൾ ഏകദേശം 39ഓളം ചോദ്യ പേപ്പറുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഈ 39ഓളം ചോദ്യ പേപ്പറുകൾ ഇനി നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ 37 ചോദ്യ പേപ്പറുകളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പിക്ക് ചെയ്ത് പഠിക്കാനുള്ള സമയം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം മിനിമം നിങ്ങൾക്കൊരു 6 മുതൽ 7 മണിക്കൂർ വരെ മാറ്റിവെക്കാൻ ഉണ്ടെങ്കിൽ
ജോലിക്ക് പോയി പഠിക്കുന്ന ആൾക്കാരെയും കൂടെ ഞാൻ പരിഗണിക്കുകയാണ്. നിങ്ങൾക്ക് പക്ഷെ ഒരു 3 to 4 മണിക്കൂർ ഇരിക്കുക. പക്ഷെ ഇരിക്കുന്ന സമയം വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ എങ്ങനെ ടൈം കണ്ടെത്തുന്നു അത് മാറ്റർ ആയിട്ടൊരു കാര്യമേ ഇല്ല. ജോലി കഴിഞ്ഞിട്ടായിരിക്കാം, രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതായിരിക്കാം. ഞാൻ നിങ്ങളോട് ആകെ ഇനി 10 ദിവസവും കൂടെ നമുക്ക് സബ് ഇൻസ്പെക്ടർ മെയിൻസിനായിട്ട് ഉള്ളൂ. ഓക്കെ, ഓഗസ്റ്റ് മാസം 30-ാം തീയതി പരീക്ഷയാണ്. അതിന് മുമ്പുള്ള ദിവസം വരെയെങ്കിലും നിങ്ങൾക്ക് എഫേർട്ട് എടുത്ത് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക. നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം ഞാൻ അവസാനം പറയാമെന്ന് പറഞ്ഞ കാര്യം കൂടെ ഇവിടെ പറയുകയാണ്. നിങ്ങൾക്കറിയാം സൂപ്പർ നോട്ട്സിൽ SIക്ക് ഒരു ബാച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. 999 രൂപ. നിങ്ങൾ എവിടെ വേണോ അന്വേഷിച്ച് നോക്കൂ, ഇത്രയും കുറഞ്ഞ പ്രൈസിൽ ഒരു ഡിഗ്രി മെയിൻസ് കോഴ്സ് റൺ ചെയ്യുന്ന സ്ഥലമുണ്ടോ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. 999 രൂപയ്ക്കാണ് ഞങ്ങൾ SIയുടെ മെയിൻസ് കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി തന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു 3 ദിവസത്തേക്ക് ഒരു ചെറിയൊരു ഓഫർ, ചെറുതല്ല നല്ലൊരു ഓഫർ അങ്ങോട്ട് വരുന്നുണ്ട്. ഈ കോഴ്സ് ഞാൻ ഈ പറഞ്ഞ 999 രൂപയുടെ കോഴ്സ് നിങ്ങൾക്ക് വെറും 499 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഈ 3 ദിവസങ്ങൾ മാത്രമാണ് അതിന് വാലിഡിറ്റി ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ഓഫർ എത്രയും പെട്ടെന്ന് തന്നെ ഗ്രാബ് ചെയ്യുക, മുന്നോട്ട് വരിക, ഈ കോഴ്സിന്റെ ഭാഗമാവുക. ഇനിയുള്ള ദിവസങ്ങളിലേക്ക് നിങ്ങൾക്ക് മാക്സിമം വളരെ ഇന്റൻസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് അവിടെ നിന്ന് കിട്ടുന്നത്. സൈക്കോളജിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈക്കോളജിക്ക് വളരെ ഇന്റൻസ് ആയിട്ട് 2 വർഷവും PSC നടത്തിയ ആ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടും, അതായത് ഇനി മറ്റ് ഏതൊക്കെ ടോപ്പിക്കുകൾ ഇനി വരാൻ സാധ്യതയുണ്ടെന്നുള്ളതും അതും മറ്റ് യൂണിവേഴ്സിറ്റികളുടെ ടെക്സ്റ്റുകൾ കാര്യങ്ങളെല്ലാം റെഫർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവിടെ സൈക്കോളജിക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആ ക്ലാസ്സിന്റെ ക്വാളിറ്റി നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞാൻ ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യാണ്. കാരണം നമുക്കിനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഈ ഒരു ഓഫർ നിങ്ങൾക്ക് 3 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പൊ 499 രൂപ മുടക്കി നിങ്ങൾക്ക് ഇതിലേക്ക് വരാമെങ്കിൽ നിങ്ങളുടെ റിവിഷൻ, നിങ്ങളുടെ പഠനം എല്ലാം ശരവേഗത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ നിങ്ങൾക്ക് ബാച്ചിന്റെ ഭാഗമാവുക. അപ്പൊ SI മെയിൻസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു പഠനകാലം നേരുന്നു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നക്ഷത്രാശംസകൾ നേരുന്നു.